ഹരിതസുന്ദരമായ ഒരു വീട്. കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൽ കുളപ്പുറം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വീട് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. എത്രമാത്രം മനോഹരമാണെന്ന് നോക്കിക്കേ. ഈ വീട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒത്തിരി മാധ്യമങ്ങളിൽ കൂടെയൊക്കെ ഫേമസ് ആയ ഒരു വീടും കൂടെയാണ്. അതിസുന്ദരമായിട്ടാണ് ഈ വീടിൻ്റെ കയ്യാല കെട്ടുകളും അതിൻ്റെ സൈഡിൽ കൂടെയുള്ള പുല്ലും. സാറ് എല്ലാ മാസങ്ങളിലും കൃത്യമായിട്ട് പുല്ലൊക്കെ അടിച്ച് വളരെ മനോഹരമായി നോക്കുന്ന ഒരു ഫ്ലോട്ട്. എത്ര സുന്ദരമാണെന്ന് നോക്കി. ആ ഗേറ്റ് കിടന്നുള്ള ആ ഗേറ്റ് കല്ലെല്ലാം പാകി ആ തൂണുകളിലെല്ലാം പുല്ലൊക്കെ പിടിപ്പിച്ച് തെങ്ങും കവുങ്ങും എല്ലാമായിട്ട് വളരെ സുന്ദരമായ ഒരു വീട്. കൽഭിത്തികളാൽ നിർമ്മിതമായ ഈ വീട് കാണാൻ സുന്ദരമാണ്. ഒത്തിരി വെഡ്ഡിങ് ഫോട്ടോസ് ഷൂട്ടിങ്ങിനൊക്കെ ആൾക്കാരിവിടെ വരും. അവരെയൊക്കെ ഹാർദവമായി സ്വാഗതം ചെയ്യും സാറ്. ആർക്കും അവിടെ വന്ന് ഫോട്ടോ എടുക്കുമോ എന്തെങ്കിലുമൊക്കെ സാറ് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികമായി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നൊരു സാറും കൂടിയാണ്. നല്ലൊരു മീൻകുളം, നല്ല സിലോപ്പിയകൾ നല്ല നീന്തി തുടുത്ത് നടക്കുന്ന കാണാം. നല്ല അതിമനോഹരമായ രീതിയിലാണ് അതിൻ്റെ കെട്ടുകളും എല്ലാം നല്ല മനോഹരമായിട്ടാണ് ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുന്നത്. ആ ഭിത്തികളൊക്കെ വളരെ ഇൻ്റർലോക്ക് നമ്മുടെ മണ്ണിൻ്റെ ഇൻ്റർലോക്ക് തൃശ്ശൂരിലൊക്കെ ആദ്യം ഇറക്കിയ സംഭവമാണ്. അതാണ് കുറച്ച് ഭാഗം. ബാക്കി കൽഭിത്തികൾ കൊണ്ടാണ്. ബാക്കി നല്ല തൂണുകളെല്ലാം കല്ലിൽ തന്നെയാണ്. വളരെ മനോഹരമായ രീതിയിലാണ് അത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഈന്തപ്പനെ ആ ചുറ്റും നമ്മുടെ പഴയ ഈന്ത് ഒക്കെ വെച്ച് ഒത്തിരി കല്ലുകൾ കൊണ്ടുള്ള പല മോഡലിലുള്ള ഓരോ കാര്യങ്ങൾ അവിടെ ചെയ്തു വെച്ച് തൊട്ട് മുന്നിലൂടെ ഒരു ചെറിയ തോടൊഴുകുന്നു. അതിൻ്റെ സൈഡ് വഴി കയ്യാലകളിലെല്ലാം അതിസുന്ദരമായ ഒരു ചെടി വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. മൊത്തത്തിൽ നമുക്ക് മനസ്സിനൊരു കുളിർമയേകുന്ന, നമ്മുടെ വീടിൻ്റെ ചുറ്റും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുകയും അതോടൊപ്പം അത് കാഴ്ചക്കാർക്ക് കൗതുകവുമാകുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷവും കൂടിയാണ്. പിന്നെ അവർക്കൊക്കെ ആണെങ്കിലും എത്രമാത്രം എനർജിയാണെന്ന് പറയുക. അത്രയും നല്ലൊരു ഭവനം അത് നല്ല രീതിയിൽ നോക്കുക, അതിനെ സംരക്ഷിക്കുക. ഇത് ആ സൈഡ് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രി. നമ്മുടെ പോർച്ചിൻ്റെ ഭാഗമല്ല. ഇതെല്ലാം നല്ല കരിങ്കൽ ആർച്ചിലുകളാൽ നല്ല സൂപ്പറായിട്ടാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. നല്ല മനോഹരമായ രീതിയിലാണ് അതിൻ്റെ വർക്ക്. കല്ലൊക്കെ അടിച്ച് കെട്ടിയ കല്ലും അതിൻ്റെ ചുറ്റും പ്ലാവും. അതോടൊപ്പം എടുത്തു പറയേണ്ടത് അവിടെ ഹരിതം ക്ലബ്ബ്, അതായത് ബാഡ്മിൻ്റൺ ക്ലബ്ബ് അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. സാറിൻ്റെ സ്വന്തം പ്രസ്ഥാനമാണിതും. രാവിലെ വൈകുന്നേരമെല്ലാം പല ടീമുകളായി അവിടെ കളിക്കുന്നു. ഞാനും അവിടെ കളിക്കുന്നുണ്ട്. നല്ലൊരു കോർട്ടും അതോടൊപ്പം അവിടെ നല്ല ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എല്ലാം അടുക്കിപ്പറക്കി നല്ല മനോഹരമായ ഒരു ക്ലബ്ബും. ഞങ്ങളും രാവിലെ എന്നും അവിടെ കളിക്കാൻ പോകാറുണ്ട്. നല്ലതാണ്, നല്ല ഒരു പശ്ചാത്തലം. ഇപ്പോൾ ഇതാ പുതിയൊരു ഔട്ട് ഹൗസ് പണിതുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ബാക്ക് സൈഡാണിത്. കല്ലുകളെല്ലാം നല്ലപോലെ നല്ല പാകി മുറ്റത്ത് നല്ല ചിപ്സൊക്കെ ഇട്ട് നമ്മുടെ ഇപ്പോഴത്തെ കൂടിയ നമ്മുടെ കല്ലുകളൊക്കെ പാകി. പിന്നീട് എടുത്ത് പറയേണ്ടത് അതിൻ്റെ നടുക്കൊരു മരംകുറ്റി ഉണ്ടായിരുന്നു. അതിന് ചുറ്റും ബാക്കിയുള്ളത് കട്ട് ചെയ്ത് ഇരിക്കാനുള്ളൊരു സെറ്റപ്പിൽ നല്ല രീതിയിൽ അത് ചെയ്തിരിക്കുന്നത് കാണാം. നല്ല സുന്ദരമായിട്ട് കണ്ടോ. നല്ല വട്ടമൊക്കെ ഇരുന്നൊന്ന് വർത്തമാനം പറയാനും. പിന്നെ ഒരു കുഞ്ഞ് കവുങ്ങും തോട്ടവും പ്ലാവും തെങ്ങും എല്ലാമായിട്ട് സുന്ദരമായ കുറച്ചേറിയ. പിന്നെ സാറിൻ്റെ സ്വന്തം കൃഷി നല്ല അടിപൊളി. നമ്മൾ ഈ ചേമ്പ് നമ്മളെ തോരൻ വെക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. പിന്നെ കോവലും എല്ലാമായിട്ട് വാഴയും അതൊരു സൈഡ് ഇങ്ങനെ ഇഞ്ചി വാഴ മുളക് എല്ലാം ഒരു സൈഡിലിങ്ങനെ നമുക്കൊന്ന് കാണുമ്പോൾ തന്നെ മനസ്സിന് കുളിർമയേകുന്ന ഒത്തിരി കാഴ്ചകൾ ഇവിടെ കാണാൻ കഴിയും. നമ്മുടെ സമൂഹത്തിൽ ചിലർ കണ്ടുപഠിക്കേണ്ട കാഴ്ചകൾ പോലും ഇവിടെ ഉണ്ട്. അതാണ് നമുക്ക് കൃഷിയോടും പരിസരം എങ്ങനെ സൂക്ഷിക്കണമെന്നൊക്കെയുള്ള ഒരു കൃത്യമായ രീതിയിലാണ് സാറിൻ്റെ പോക്ക്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. പിന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് ഒത്തിരി കൃഷികളുണ്ട്. നമ്മുടെ റംബൂട്ടാനും